ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ്, അതായത് തൃശ്ശൂർ. ഞാൻ ഓൾറെഡി ദുബായിൽ നിന്ന് നാട്ടിലെത്തി ഒരു 2 ദിവസം മുമ്പ്. 2 ദിവസം നല്ല തിരക്കൊക്കെ ആയിരുന്നു. റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിൽ പോയി, പിന്നെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയി. ദെൻ ഇനി 2 days ഞാൻ എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫ്രണ്ട് ഒരാൾ ബാംഗ്ലൂരുണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. സോ ഞങ്ങളെപ്പോൾ ഒക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യായാലും അതൊക്കെ എന്തെങ്കിലും കാരണം കൊണ്ട് മുടങ്ങി പോകാമായിരുന്നു. ആൻഡ് ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് കുറച്ച് ഫ്യൂ ഇയേഴ്സ് ബാക്കാണ്. ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കോളേജ് മേറ്റാണ്. ഇപ്പോൾ കണ്ടിട്ട് നമ്മളിപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 1.5 year ആയി. അതായത് ഞാൻ ദുബായിൽ പോണേക്കാട്ടും ഒരു 2 days മുമ്പാണ് ഞാൻ അവിടെ മീറ്റ് ചെയ്ത്. ജസ്റ്റ് ഹൈ ബൈ പറഞ്ഞ് ഞാൻ ഇങ്ങോട്ടും പോയി, അവൾ ബാംഗ്ലൂർക്കും പോയി. സോ അവളുടെ മാരേജൊക്കെ കഴിഞ്ഞപ്പോൾ മാരേജൊന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ എപ്പോൾ ഒക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്താലും അപ്പോൾ ഒക്കെ ക്യാൻസലായി പോവാണ്. സോ ഇപ്രാവശ്യം അതുപോലെ ക്യാൻസൽ ആവരുതെന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇപ്പോൾ നാട്ടിൽ വന്നത്. സോ എന്തായാലും പോവാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞങ്ങൾ 2 days ബാംഗ്ലൂർ ഉണ്ടാവും. ഞാൻ റെഡിയൊക്കെ ആയി സെറ്റായിട്ട് നിൽക്കുകയാണ്. പിന്നെ 11 മണിക്കാണ് ബസ്. ഓൾറെഡി ടിക്കറ്റ്സൊക്കെ ബുക്ക് ചെയ്തു ഞാൻ. സോ 2 days നമുക്ക് അടിച്ചു വിളിക്കാം. സോ ഈ വീഡിയോയിൽ ഞാൻ ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യുന്നത്, എന്തൊക്കെ സ്ഥലത്ത് കാണാൻ പോകണം എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങോട്ട് വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടാവും. ആൻഡ് കുറച്ച് കഴിയുമ്പോൾ നമ്മളിവിടെ ഇറങ്ങും. ഒരു 11 മണി ആണ് ടൈം പറഞ്ഞേക്കുന്നത്. ഒരു 10:45 റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡിലേ കാര്യങ്ങളുണ്ടെങ്കിൽ അവർ നമ്മളെ ഓൾറെഡി ഇൻഫോം ചെയ്യും. ഇപ്പോൾ കുറച്ച് മുമ്പ് അവർ ഓൾറെഡി വിളിച്ചായിരുന്നു. എന്തെങ്കിലും ഡിലേ കാര്യങ്ങളോ ബ്ലോക്കോ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾറെഡി ഇൻഫോം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ അധികം ലേറ്റ് ആക്കണില്ല, അവിടെ പോയി കുറച്ച് വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച്. സോ നമ്മളൊരു 10 മണിയൊക്കെ കഴിയുമ്പോൾ ഇവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഒരു 15 minutes മതി ഇവിടുന്ന് ടൗണിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നൈറ്റ് ടൈം ആയക്കാരം ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ടൗണിലേക്ക് എത്തി. ആൻഡ് ഓൾമോസ്റ്റ് ഒരു 8 hours ട്രാവൽ ഉണ്ടായിരുന്നു വൺ സൈഡ് തന്നെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ലോങ് അവേഴ്സ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത്, അതും സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ. ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. ഫുഡും വെള്ളമൊക്കെ ബസ്സിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് എല്ലാവർക്കും ഉള്ള പോലെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ വലിയ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. 6 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ കലാമന്ദിർ എത്തിയായിരുന്നു. അവിടെയാണ് ഞാൻ സ്റ്റോപ്പ് ഇറങ്ങിയത്. അവിടുന്ന് നേരെ ഊബർ വിളിച്ചിട്ട് അവളുടെ ഫ്ലാറ്റിലേക്ക് പോയി. അവിടെ എത്തിയവളെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ എനിക്ക് ഫോട്ടോസോ വീഡിയോസോ ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു മൊമെൻ്റ് ഞാൻ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. സോ ഗൈസ്, ദിസ് ഈസ് മൈ ഫ്രണ്ട് അക്ഷയ. അച്ചു എന്നാണ് ഞാൻ വിളിക്കുക. ഷീ ഈസ് വർക്കിംഗ് ഇൻ ബാംഗ്ലൂർ ആസ് എ സ്ട്രക്ചറൽ എഞ്ചിനീയർ. നേരെ പോണത് വിയ ബാംഗ്ലൂർ മാളിലേക്കാണ്. മെയിൻ ഫോക്കസ് ആസ് യൂഷ്വൽ ഷോപ്പിംഗ് ആയിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കടയിലും കയറി ഇറങ്ങിയിട്ട് ഷോപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്തു. Salt and sweetened. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഫീനിക്സ് മാൾ ഉണ്ടായിരുന്നത്. സോ നമ്മൾ അവിടെയും പോയി കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. അവിടെ കൾച്ചറൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതും കുറച്ച് നേരം നമ്മൾ കണ്ടു.
റിട്ടേൺ പോകുമ്പോൾ നമ്മൾ മെട്രോയിലാണ് പോയത്. പോണ വഴിക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നു. ദിസ് ഈസ് മൈ സെക്കൻഡ് ഡേ ഇൻ ബാംഗ്ലൂർ. നമ്മൾ രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ പോയത് കാവ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. ആൻഡ് ഗൈസ്, ആ റെസ്റ്റോറൻറ്റ് കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ. ഫുൾ ഗ്രീനറിയും അത്യാവശ്യം നല്ലൊരു ലാർജ് ഏരിയ തന്നെ ആ റെസ്റ്റോറൻ്റ് ആണ്. പല പല സെക്ഷനായിട്ട് ബാംഗ്ലൂരിലുള്ള ആൾക്കാരാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ്. ഒത്തിരി ഡിഷസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ. നമ്മൾ രാവിലെ ആയതുകൊണ്ട് ജസ്റ്റ് കോഫിയും ഒനിയൻ റിങ്സും ഫ്രഞ്ച് ഫ്രൈസും അതൊക്കെയാണ് ലൈറ്റായിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സൺഡേ ആയതുകൊണ്ട് ഓൾമോസ്റ്റ് റെസ്റ്റോറൻറ്റ് ഭയങ്കര റഷായിരുന്നു. പിന്നെ ഈ ഒരു ഏരിയയിൽ മാത്രമാണ് കുറച്ച് സീറ്റ്സ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. സോ ഞങ്ങൾ ഇവിടെയാണ് ഇരുന്നത്. ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ എന്താ പറയുക, മെയിൻലി അവർ ഗ്രീനറീനെ ഫോക്കസ് ചെയ്തിട്ടാണ് ആ ഒരു റെസ്റ്റോറൻറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് എവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി പിക്സ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടും അവിടെ അവൈലബിൾ ആണ്. അവിടുന്ന് നേരെ പോയത് പാർക്ക് സ്ക്വയറിലുള്ള PVRലേക്കാണ്. അവിടെ നമ്മൾ ഒരു മൂവി കണ്ടു. ആസിഫ് അലിയുടെ ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ഒരു മൂവി കണ്ടു. വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ളൊരു മൂവി ആയിരുന്നു. മൂവി കണ്ടു കഴിഞ്ഞിട്ട് അവിടെ തന്നെ സബ്വേയിൽ വന്ന ഷോപ്പിൽ നമ്മൾ ഫുഡ് പാഴ്സൽ വാങ്ങുകയാണ് ചെയ്തത്. സോ ഗൈസ്, ഇത് നമ്മുടെ 3rd ഡേ ഇൻ ബാംഗ്ലൂരാണ്, അതായത് മൺഡേ. നമ്മൾ രാവിലെ നേരത്തെ എണീറ്റ്, കാരണം നമ്മൾക്ക് പോകേണ്ട ലൊക്കേഷൻ കുറച്ച് ദൂരെ ആയതുകൊണ്ട് നമ്മൾ നേരത്തെ എണീറ്റ് പോവുകയാണ് ചെയ്തത്. ഊബറൊക്കെ ബുക്ക് ചെയ്ത് നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു. നമ്മളെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദി ഹിൽസ് ആണ്. അവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 2 hours ട്രാവൽ ഉണ്ടായിരുന്നു. റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ പോണ വഴിക്ക് നമ്മൾ നല്ല പൂരും ഉരുളക്കിഴങ്ങ് കറിയൊക്കെ കഴിച്ചു. ദെൻ അവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് വീണ്ടും ഊബർ ബുക്ക് ചെയ്ത് അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. साइड पूरे ना, अप साइड पूरे. അയ്യേ, പാർക്കിംഗ് കാണാനാണോ? അടിപൊളി ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. സൺഡേ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നു റീൽസ് പോകാനായിട്ട്, പക്ഷെ അത് ക്യാൻസൽ ചെയ്തിട്ട് മൺഡേയിലേക്ക് ആക്കി. കാരണം സൺഡേ ഹോളിഡേ ആയ കാരണം ഒരുവിധം എല്ലാ ആൾക്കാരും റീൽസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്.
പിന്നെ നമ്മൾ പോണ വഴിക്ക് ഡ്രൈവറായിട്ട് സംസാരിച്ചപ്പോൾ ഡ്രൈവറും പറഞ്ഞിരുന്നു കഴിഞ്ഞ ഡേ ഭയങ്കര ട്രാഫിക് ആയിരുന്നു, കുറേ ടൈമൊക്കെ എടുത്താണ് നമ്മൾ ടോപ്പിലേക്ക് എത്തിയത്. ഒത്തിരി നടന്ന ഫീലൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ ആദ്യമായിട്ട് കാണാൻ പോകുന്ന ഒരു പ്ലേസാണ്. സോ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉള്ളത് കൊണ്ടാണോ എനിക്ക് അറിയില്ല, എനിക്കധികം ഡിസ്റ്റൻസ് നടന്നു എന്നുള്ള ഫീലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ടോപ്പിലെത്തിയപ്പോൾ അവിടെ നിന്നുള്ളൊരു വ്യൂ ഒരു രക്ഷയില്ല. ഇപ്പോൾ സീസൺ ടൈം അല്ലാത്ത കാരണം ക്ലൈമറ്റ് നല്ല ചൂടുണ്ടായിരുന്നു, പക്ഷെ നല്ല കാറ്റും ഉണ്ടായിരുന്നു. അത് കാരണം നമുക്ക് അത്ര ചൂട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങൾ സീസൺ ടൈമിലാണ് വിസിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് നന്ദി ഹിൽസ്. ശരിക്കും ഞങ്ങൾ ഈ ട്രിപ്പിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇത്ര ലൊക്കേഷൻ നമുക്ക് കവർ ചെയ്യണമെന്നോ അങ്ങനെ ഒന്നും നമ്മൾ ഐറ്റിനറി സെറ്റ് ആക്കാണ്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രാവലാണിത്. ആൻഡ് ട്രിപ്പെന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു സ്റ്റേക്കേഷൻ എന്ന് പറയാനേ പറ്റുള്ളൂ. അവളും വർക്കിംഗ് ആണ്, ഞാൻ ഇവിടെ വർക്കിങ്ങും ആണ്. അപ്പോൾ കുറച്ച് ഡേയ്സ് റിലാക്സ് ചെയ്തിട്ട് എൻജോയ് ചെയ്യണം, അത്രയും നമ്മുടെ മെയിൻ പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ. ഓൾറെഡി 10:15. നമുക്ക് പോവാൻ ടൈമായി. നമ്മളിപ്പോൾ നന്ദി ഹിൽസ് ആണുള്ളത്. പറ, നന്ദി ഹിൽസ് ആണ് ഗൈസ് ഉള്ളത്. നല്ല ഇനി പറ, എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? അടിപൊളിയായിരുന്നു. സോ ഗൈസ്, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയൊരു വ്ലോഗ്. ആൻഡ് ഐ ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ.